കുറച്ച് അഡ്വാൻസ്ഡ് ഫ്രേസസ് ആൻഡ് സ്ട്രക്ചേഴ്സാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ സ്ട്രക്ചേഴ്സ് ആൻഡ് ഫ്രേസസ് അത് ഒരു പാറ്റേൺ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആ ഒരു പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഐ വാണ്ട് യു ടു പ്ലസ് V1. ഐ വാണ്ട് യു ടു പ്ലസ് V1. V1 എന്ന് പറഞ്ഞാൽ വേർബിൻ്റെ ബേസ് ഫോം. ഒരു വേർബിൻ്റെ ബേസ് ഫോമിനെയാണ് നമ്മൾ V1 എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സിങ് പാടുക, ഡു ചെയ്യുക, റൺ ഓടുക, വാക്ക് നടക്കുക. ഇതൊക്കെ വേർബിൻ്റെ ബേസ് ഫോംസ് ആണ്. ഐ വാണ്ട് യു ടു വാക്ക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, യു ടു വാക്ക് നിങ്ങൾ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നായി. ഐ വാണ്ട് യു ടു സിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് യു ടു ഡാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡാൻസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഏത് വേർബ് വേണമെങ്കിലും, ഏത് വേർബിൻ്റെ ബേസ് ഫോം വേണമെങ്കിലും ഐ വാണ്ട് യു ടു എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എത്രയോ സെൻറ്റൻസസ് നമുക്കതുപോലെ ഉണ്ടാക്കാം. എത്രയോ സെൻറ്റൻസസ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും അതുപോലെ സംസാരിക്കാനും സാധിക്കും. എക്സാമ്പിൾസ് നോക്കൂ. നീ എൻ്റെ കൂടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് യു ടു കം വിത്ത് മീ. നീ അവനെ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് യു ടു ഹെൽപ്പ് ഹിം. നീ ആ മൂവി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് യു ടു വാച്ച് ദാറ്റ് മൂവി. ഇനിയും കൂടുതൽ സെൻറ്റൻസസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യൂ. ഇനി അടുത്ത പാറ്റേൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ പഠിച്ച പാറ്റേണിന് സിമിലർ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഡു യു വാണ്ട് മീ ടു പ്ലസ് V1. ഡു യു വാണ്ട് മീ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ത്, ഞാൻ എന്തോ ചെയ്യാൻ. ഡു യു വാണ്ട് മീ ടു V1. ആ V1 എന്നത് വേർബിൻ്റെ ബേസ് ഫോം. ഏത് വേർബ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഡു യു വാണ്ട് മീ ടു ഡാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡാൻസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ. ഡു യു വാണ്ട് മീ ടു ടീച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നായി. ഡു യു വാണ്ട് മീ എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഉപയോഗിക്കാം. പ്രാക്ടീസ് ചെയ്യേ വേണ്ടൂ. അപ്പോൾ ഏത് വേർബ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാൻ നിങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ. ഡു യു വാണ്ട് മീ ടു ഹെൽപ്പ് യു. ഞാൻ ആ സീക്രട്ട് പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ. ഡു യു വാണ്ട് മീ ടു ടെൽ ദാറ്റ് സീക്രട്ട്. ഞാൻ ഈ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ. ഡു യു വാണ്ട് മീ ടു ഫിനിഷ് ദിസ് പ്രോജക്റ്റ്. ഞാൻ അവനെ വഴക്ക് പറയണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ. ഡു യു വാണ്ട് മീ ടു സ്കോൾഡ് ഹിം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമായിരുന്നു. ഞാൻ അവളെ ക്ഷണിക്കണമായിരുന്നു. ഞാൻ അവിടെ പോകണമായിരുന്നു. എങ്ങനെയൊക്കെ പറയില്ലേ. ഇതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാത്തതിൽ നമുക്ക് വിഷമം തോന്നും, ഒരു റിഗ്രറ്റ്. ഞാനങ്ങനെ ചെയ്യണമായിരുന്നു, ചെയ്തില്ല, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, എങ്കിലും നമുക്കൊരു റിഗ്രറ്റ്. അപ്പോൾ അങ്ങനെ പറയുന്നതിന് ഞാനവിടെ പോകണമായിരുന്നു എന്ന് പറയുന്നതിനും, അതുപോലെ ഞാൻ അത് ചെയ്യണമായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യണമായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യണമായിരുന്നു എന്നൊക്കെ പറയുന്നതിന് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫ്രേസ് ആണ് ഐ ഷുഡ് ഹാവ് പ്ലസ് V3 ഫോം. ഐ ഷുഡ് ഹാവ് പ്ലസ് V3 ഫോം. V3 എന്ന് പറയുന്നത് ഒരു വേർബിൻ്റെ തേർഡ് ഫോം. ഇപ്പോൾ ഡു, ഡിഡ്, ഡൺ എന്നത് വേർബിൻ്റെ തേർഡ് ഫോം, അല്ലെങ്കിൽ നമുക്കതിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് എ വേർബ് എന്ന് പറയാം. അങ്ങനെ എല്ലാ വേർബ്സിനും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അപ്പോൾ ഐ ഷുഡ് ഹാവ് എന്ന് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് ഒരു വേർബിൻ്റെ തേർഡ് ഫോമാണ്. കം എന്നാണ് വേർബെങ്കിൽ കം ഫസ്റ്റ് ഫോമാണ്, കെയും സെക്കൻഡ് ഫോമാണ്,
കം എന്ന് തന്നെയാണ് തേർഡ് ഫോം. അപ്പോൾ തേർഡ് ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്രേസ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കൂ. ഞാൻ അവളെ ക്ഷണിക്കണമായിരുന്നു. ഐ ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് ഹർ. ഞാൻ അവനെ സഹായിക്കണമായിരുന്നു. ഐ ഷുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം. ഞാൻ അവനെ മീറ്റ് ചെയ്യണമായിരുന്നു. ഐ ഷുഡ് ഹാവ് മെറ്റ് ഹിം. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ ഞാൻ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ. ഒരു ജോലി കണ്ടുപിടിക്കുന്നതിൽ വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ. ഞാനൊരു പുതിയ വീട് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിൽ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്രേസ് ആണ് ഐ ആം ഹാവിങ് എ ഹാർഡ് ടൈം. അത് കഴിഞ്ഞിട്ട് വേർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. വേർബിൻ്റെ ING ഫോം എന്ന് പറയുന്നത് ഏത് കാര്യത്തിലാണോ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലാണെങ്കിൽ അപ്ലോഡിങ് എന്നുപയോഗിക്കണം. ING ഫോം ചേർത്തിട്ടുള്ള ഒരു വേർബ് ഉപയോഗിക്കുക. ഒരു ജോലി കണ്ടുപിടിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഫൈൻഡിങ് എ ജോബ് എന്നുപയോഗിക്കണം. ഫൈൻഡ് എന്ന വേർബിനോട് കൂടി ING ചേർത്ത്. അപ്പോൾ വേർബിൻ്റെ ING ഫോമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി എക്സാമ്പിൾ നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാവും. ഐ ആം ഹാവിങ് എ ഹാർഡ് ടൈം കഴിഞ്ഞിട്ട് ING ഫോം ഓഫ് എ വേർബ്. നോക്കൂ എക്സാമ്പിൾസ്. ഞാനൊരു പുതിയ ജോലി കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. I am having a hard time finding a new job. ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. I am having a hard time completing this project. പ്രഷർ, മെൻ്റൽ പ്രഷർ താങ്ങാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അവനോട് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അവളെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയില്ലേ. ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇറ്റ് ഈസ് ഹാർഡ് ഫോർ മീ ടു പ്ലസ് V1. ഇറ്റ് ഈസ് ഹാർഡ് എന്തിന്? ടു ഡു സംതിങ്. അത് എന്താണ് എന്നത് അതിനനുസരിച്ച് എന്താണ് ബുദ്ധിമുട്ട് ആ ഒരു വേർബിനനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം. ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു പ്ലസ് V1 ഫോം. എക്സാമ്പിൾസ് നോക്കൂ. എനിക്കവളെ കാണാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഹാർഡ് ഫോർ മീ ടു മീറ്റ് ഹർ. എനിക്കവനോട് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഹാർഡ് ഫോർ മീ ടു ടെൽ ഹിം. എനിക്ക് നിങ്ങളെ വിളിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഹാർഡ് ഫോർ മീ ടു കോൾ യു. എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ഹെൽത്ത് നന്നായി ശ്രദ്ധിക്കണമെന്നാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ അവളോട് സംസാരിക്കണമെന്നാണ്. ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു ഫിറ്റ്നസ് സെൻറ്ററിൽ ജോയിൻ ചെയ്യണം എന്നാണ്. ഇങ്ങനെ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യണമെന്നാണ്, ഞാൻ ഇങ്ങനെ ചെയ്യണമെന്നാണ് എന്നൊക്കെ പറയില്ലേ. അതിന് ഉപയോഗിക്കുന്നതാണ് ഐ തിങ്ക്, ഐ ഷുഡ്. പിന്നെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഐ തിങ്ക് ഐ ഷുഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എഴുതണമെന്നാണ്. ഐ തിങ്ക് ഐ ഷുഡ് റീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഞാൻ വായിക്കണമെന്നാണ്. അപ്പോൾ ഏത് വേർബ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ച് ഫോം ചെയ്യാം. അതനുസരിച്ച് നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യണമെന്നാണ്. ഐ തിങ്ക് ഐ ഷുഡ് പ്രാക്ടീസ് ഡെയിലി. എനിക്ക് തോന്നുന്നത് ഞാൻ കേക്ക് ടേസ്റ്റ് ചെയ്യണമെന്നാണ്. ഐ തിങ്ക് ഐ ഷുഡ് ടേസ്റ്റ് ദാറ്റ് കേക്ക്. കഴിയാവുന്നത്ര വേഗത്തിൽ ഈ ജോലി തീർക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഐ തിങ്ക് ഐ ഷുഡ് കംപ്ലീറ്റ് ദിസ് വർക്ക് ആസ് സൂൺ ആസ് പോസിബിൾ. നമുക്ക്
പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ, പതിവായി ചെയ്തിരുന്ന കാര്യങ്ങളുണ്ടാകും. ആ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ചെയ്യണമെന്നില്ല. പണ്ട് പതിവായി ചെയ്തിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ ചെയ്യുന്നില്ല. പണ്ട് രാവിലെയൊക്കെ എന്നും ഞാൻ നടക്കാൻ പോകാറുണ്ടായിരുന്നു. അത് പതിവായി ചെയ്തിരുന്ന കാര്യമാണ്, പക്ഷേ ഇപ്പോൾ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള എത്രയോ കാര്യങ്ങളുണ്ട്. പണ്ട് ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ട് ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ ചെയ്യുന്നില്ല. അതിന് നമുക്ക് ഐ യൂസ് ടു എന്നുപയോഗിക്കാം. ഐ യൂസ് ടു പ്ലസ് V1 ഫോം. എന്താണ് ഇപ്പോൾ ചെയ്യാതെ പണ്ട് പതിവായിരുന്ന ആ ശീലം, അല്ലെങ്കിൽ പണ്ട് പതിവായി ചെയ്തിരുന്ന ആ ഒരു കാര്യം, ആ ഒരു പ്രവൃത്തി എന്താണ്? അവിടെ അത് നമുക്ക് വേർബായിട്ട് ഉപയോഗിക്കാം. ഐ യൂസ്ഡ് ടു ഡാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡാൻസ് ചെയ്യാറുണ്ടായിരുന്നു. ഐ യൂസ് ടു വാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നടക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അതിനും എക്സാമ്പിൾസ് വേണ്ടേ? നോക്കൂ. ഞാൻ പുകവലിക്കാറുണ്ടായിരുന്നു. ഐ യൂസ് ടു സ്മോക്ക്. ഞാൻ എല്ലാ ദിവസവും ഒരു സ്റ്റോറി വായിക്കാറുണ്ടായിരുന്നു. ഐ യൂസ് ടു റീഡ് എ സ്റ്റോറി എവറി ഡേ. ഞാൻ എൻ്റെ സിസ്റ്ററിനോട് വഴക്ക് കൂടാറുണ്ടായിരുന്നു. ഐ യൂസ് ടു ഫൈറ്റ് വിത്ത് മൈ സിസ്റ്റർ. ഇന്ന് പഠിച്ച എല്ലാ സ്ട്രക്ചേഴ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു. താങ്ക് യു.